ഹലോ സ്റ്റുഡൻസ്, ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ദാൻ കാ ഹിസാബ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പാർട്ട് 1ൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സന്യാസി ने हंसते हुए कहा, महाराज मैं लोभी नहीं हूँ, आज मुझे 1 रुपया दीजिए, फिर 20 दिन तक दुगने करके देते रहने का हुक्म दे दीजिए. यह सुनकर राजा, मंत्री और दरबारी सभी की जान में जान आई. राजा ने हुक्म दे दिया कि सन्यासी के कहे अनुसार 20 दिन तक राजकोष से उन्हें भिक्षा दी जाती रहे. സന്യാസി ने हंसते हुए कहा, സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജ് मैं लोभी नहीं हूँ, മഹാരാജാവേ ഞാൻ ലോബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഗ്രഹി. ഞാൻ അത്യാഗ്രഹിയല്ല. आज मुझे 1 रुपया दीजिए, ഇന്ന് എനിക്ക് 1 രൂപ തന്നാലും. फिर 20 दिन तक दुगने करके देते रहने का हुक्म दे दीजिए, പിന്നീട് 20 ദിവസത്തേക്ക് അതിൻ്റെ ഇരട്ടികളായിട്ട് തരാനുള്ള ഓർഡർ നിങ്ങൾ കൊടുത്താലും. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ലോബി എന്ന് പറഞ്ഞാൽ ഗ്രീഡി, അത്യാഗ്രഹമുള്ള ആൾ, ദുഗുന എന്ന് പറഞ്ഞാൽ ഇരട്ടി, ഹുക്കം എന്ന് പറഞ്ഞാൽ ആജ്ഞ. ये सुनकर രാജാ, മന്ത്രി और ദർബാരി സബി की जान में जान आई. ഇത് കേട്ടപ്പോൾ മന്ത്രി ഓർ ദർബാരി, മന്ത്രിക്കും ദർബാറിലുള്ള എല്ലാ ആളുകൾക്കും ജാൻ മേ ജാനായി, അതായത് അവർക്ക് സമാധാനമായി. ജാൻ മേ ജാൻ ആയി എന്ന് പറയുന്നത് ഒരു മുഹാവരയാണ്, അതായത് ഒരു ഭാഷാ ശൈലിയാണ്. ഇതിൻ്റെ അർത്ഥം രാഹത്ത് മിൽന അല്ലെങ്കിൽ അച്ചാ ലഗ്ന എന്നൊക്കെയാണ്, അതായത് അവർക്കൊക്കെ ആശ്വാസമായി. राजा ने हुक्म दे दिया कि सन्यासी के कहे अनुसार 20 दिन तक राजकोष से उन्हें भिक्षा दी जाती रहे. രാജാവ് എന്തുപദേശമാണ് കൊടുത്തത്, എന്താജ്ഞയാണ് കൊടുത്തത്? സന്യാസിക്ക് കഹെ അനുസാർ, സന്യാസി പറയുന്നതനുസരിച്ച് 20 दिन तक 20 ദിവസത്തേക്ക് രാജ്കോഷ് സെ ഉന്നെ ഭിക്ഷാ ദീ ജാതി രഹെ, ഖജനാവിൽ നിന്ന് അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കണം. 20 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കണം. सन्यासी राजा की जय जयकार करते हुए घर लौट गए. राजा के आदेश के अनुसार राज भंडारी प्रतिदिन हिसाब करके सन्यासी को भिक्षा देने लगा. इस तरह 2 दिन बीते, 10 दिन बीते. 2 सप्ताह तक भिक्षा देने के बाद भंडारी ने हिसाब करके देखा कि दान में काफ़ी धन निकला जा रहा है. यह देखकर उन्हें उलझन महसूस होने लगी. महाराज तो कभी किसी को इतना दान नहीं देते थे. उसने यह बात मंत्री को बताई. സന്യാസി രാജാ की जय जयकार करते हुए घर लौट गए. സന്യാസി രാജാവിനെ ജയ് ജയ് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. ലൗട്ട്ന എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക. രാജാ के आदेश के अनुसार राज भंडारी प्रतिदिन हिसाब करके സന്യാസി को ഭിക്ഷ देने लगा. രാജാ के आदेश के अनुसार, രാജാവിൻ്റെ ഉപദേശം അനുസരിച്ച്. ആദേശം എന്ന് പറഞ്ഞാൽ ഉപദേശം അനുസരിച്ച് രാജ്ഭണ്ഡാരി എന്ന് പറഞ്ഞാൽ ഖജനാവ് സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം പ്രതിദിൻ ദിവസവും ഹിസാബ് കറക്കെ കണക്ക് നോക്കിയിട്ട് സന്യാസിക്കോ ഭിക്ഷാ ദേനലേഖ, സന്യാസിക്ക് ഭിക്ഷ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇസ്തരെ 2 दिन ബീത്തെ, അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ബീത്തന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക. 10 दिन ബീത്തെ, 10 ദിവസം കഴിഞ്ഞു. 2 सप्ताह तक ഭിക്ഷാ ദേനെ കെ ബാദ് ഭണ്ഡാരിനെ ഹിസാബ് കറക്കെ ദേഖ. 2 ആഴ്ച വരെ ഭിക്ഷ കൊടുത്തതിന് ശേഷം ഭണ്ഡാരി അതിൻ്റെ കണക്ക് നോക്കി. ദാൻ മേ കാഫി ധൻ നിക്ലാ ജാ രഹാ ഹെ, ഈ ദാനം നൽകുന്നതിൽ വളരെയധികം പണം ചിലവായി പോകുന്നുണ്ട്. ഈ ദേക്കറിനെ ഉൾജൻ മഹസൂസ് ഹോനെ ലഗി. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉൾജൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ, അദ്ദേഹം ആകെ ആശയക്കുഴപ്പത്തിലായി. മഹാരാജ് തോ കബി കിസിക്കോ ഇതനാ ദാൻ നഹി ദേത്തെ തെ, മഹാരാജാവ് ആർക്കും ഇതുവരെ ഇത്രയധികം ദാനം കൊടുത്തിട്ടില്ലായിരുന്നു. ഉസ്നെ യേ ബാത് മന്ത്രിക്കോ ബത്തായി, അദ്ദേഹം ഈ കാര്യം മന്ത്രിക്ക് പറഞ്ഞു കൊടുത്തു. മന്ത്രിയോട് പോയിട്ട് പറഞ്ഞു. മന്ത്രിനെ കുച്ച് സോച്ചത്തെ ഹുവേ കഹാ, वाकई ये बात तो पहले ध्यान में ही नहीं आई थी, मगर अब कोई उपाय भी नहीं है, महाराज का हुक्म बदला नहीं जा सकता. അപ്പോൾ മന്ത്രി എന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. വാക്കൈ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ബാത്ത് പെഹലെ ധ്യാൻ മേ ഹി നഹി ആയി തീ, ഈ കാര്യം ഇതിനു മുമ്പ് ഓർത്തതുപോലും ഇല്ലായിരുന്നു. മഗർ അബ് കോയി ഉപായ് ഭി നഹി ഹെ, ഇനിയിപ്പോൾ ഒരു ഉപായവുമില്ല. മഹാരാജ് കാ ഹുക്കം ബദലാൻ നഹി ജാ സക്ത, മഹാരാജാവിൻ്റെ ആജ്ഞ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല, അതനുസരിച്ചേ പറ്റുള്ളൂ. इसके बाद फिर कुछ दिन बीते. भंडारी फिर हड़बड़ाता हुआ मंत्री के पास पूरा हिसाब लेकर आ गया. हिसाब देखकर मंत्री का चेहरा फीका पड़ गया.
वो अपना पसीना पोंछकर सिर खुजलाकर दाढ़ी में हाथ फेरते हुए बोला, ये क्या कह रहे हो? अभी से इतना दिन चला गया है तो फिर 20 दिनों के अंत में कितने रुपए होंगे? भंडारी बोला, जी पूरा हिसाब तो नहीं किया है। मंत्री ने कहा, तो तुरंत बैठकर अभी पूरा हिसाब करो। इसके बाद फिर कुछ दिन बीते. അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു. बीतना എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക. भंडारी फिर हड़बड़ाता हुआ मंत्री के पास पूरा हिसाब लेकर आ गया. भंडारी വീണ്ടും हड़बड़ाता हुआ എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ मंत्री के पास पूरा हिसाब लेकर आ गया. मंत्रिയുടെ അടുത്തേക്ക് മുഴുവൻ കണക്കുമായിട്ട് വന്നു. हिसाब देकर मंत्री का चेहरा फीका पड़ गया. ഈ കണക്കെല്ലാം കണ്ടപ്പോൾ മന്ത്രിയുടെ മുഖം ആകെ വിളറി. മന്ത്രി ആകെ പേടിച്ചു. वो अपना पसीना पोंछकर, പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ്, പോച്ച്കർ എന്ന് പറഞ്ഞാൽ തുടച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുടച്ചിട്ട് സിർ ഗുജലാകർ തല ചൊറിഞ്ഞുകൊണ്ട് ദാഡിമേ ഹാത്ത് ഫേർത്തെ ഹുവേ പോല താടിയിൽ കൈ തടവിക്കൊണ്ട് പറഞ്ഞു, ये क्या कह रहे हो? ഇതെന്താണ് പറയുന്നത്? അബി സെ ഇത്നാ ധൻ ചലാ ഗയാ ഹൈ, ഇപ്പോഴേക്കും ഇത്രയ്ക്കും ധനം പോയിട്ടുണ്ടോ? അതായത് തീർന്നു പോയിട്ടുണ്ടോ? പണം ചിലവായിട്ടുണ്ടോ? तो फिर 20 दिनों के अंत में कितने रुपए होंगे? അപ്പോൾ പിന്നെ 20 ദിവസമാകുമ്പോഴേക്കും എത്ര രൂപയാണ് ചിലവാവുക? ഭണ്ഡാരി ബോല. അപ്പോൾ ഭണ്ഡാരി പറഞ്ഞു, ജി പൂരാ ഹിസാബ് തോ നഹീ കിയാ ഹൈ, മുഴുവൻ കണക്കും ഒന്നും നോക്കിയിട്ടില്ല. മന്ത്രിനെ കഹാ, तो तुरंत बैठकर अभी पूरा हिसाब करो. അങ്ങനെയാണെങ്കിൽ തുരന്ത് പെട്ടെന്ന് തന്നെ बैठकर ഇരുന്നിട്ട് अभी पूरा हिसाब करो, ഇപ്പോൾ തന്നെ മുഴുവൻ കണക്കും നോക്കൂ. भंडारी हिसाब करने बैठ गया. मंत्री महाशय अपने माथे पर बर्फ की पट्टी लगाकर तेजी से पंखा जलवाने लगे. कुछ ही देर में भंडारी ने पूरा हिसाब कर लिया. मंत्री ने पूछा, कुल मिलाकर कितना हुआ? भंडारी ने हाथ जोड़कर कहा, जी 10,48,575 रुपये. मंत्री गुस्से में बोला, मजाक कर रहे हो? यदि सन्यासी को इतने रुपये दे दिए तब तो राजकोष खाली हो जाएगा. ഭണ്ഡാരി ഹിസാബ് കർനെ बैठ गया. അപ്പോൾ ഭണ്ഡാരി എന്താണ് ചെയ്തത്? കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. മന്ത്രി മഹാശയ്, മഹാനായ മന്ത്രി അപ്പനെ മാത്തേ പർ, തൻ്റെ മാത്ത എന്ന് പറഞ്ഞാൽ നെറ്റി, തൻ്റെ നെറ്റിയിൽ ബറഫ് കി പട്ടി, ബറഫ് എന്ന് പറഞ്ഞാൽ ഐസ്, അതായത് തണുത്ത വെള്ളത്തിൽ തുണി മുക്കിയിട്ട് അത് നെറ്റിയിൽ വെച്ചുകൊണ്ട് തേസീസി പങ്ക ജൽവാനെ ലഗെ, സ്പീഡിൽ, തേസീസി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ, പങ്ക എന്ന് പറഞ്ഞാൽ ഫാനും, പങ്ക ജൽവാനെ ലഗെ, അതായത് കാറ്റ് വീശിപ്പിക്കാനായിട്ട് തുടങ്ങി. കുച്ച് ഹി ദേർ മേ ഭണ്ഡാരിനെ പൂരാ ഹിസാബ് കർ ലിയ. കുറച്ച് സമയം കൊണ്ട് തന്നെ ഭണ്ഡാരി മുഴുവൻ കണക്കും കൂട്ടി. മന്ത്രിനെ പൂച്ച. അപ്പോൾ മന്ത്രി ചോദിച്ചു, കുൽ മിലാക്കർ കിത്തന ഹുവ, എല്ലാം കൂടെ എത്രയായി? ടോട്ടൽ എത്രയായി? ഭണ്ഡാരിനെ ഹാത്ത് ജോഡ്കർ കഹ. അപ്പോൾ ഭണ്ഡാരി കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു, ജി 10,48,575 रुपये, അതായത് 10,48,575 रुपीस. मंत्री गुस्से में बोला, मजाक कर रहे हो? मंत्री ദേഷ്യത്തോടു കൂടി പറഞ്ഞു, തമാശ പറയുകയാണോ? മസാക്ക് എന്ന് പറഞ്ഞാൽ തമാശ. यदि सन्यासी को इतने रुपये दे दिए तब तो राजकोष खाली हो जाएगा. അഥവാ സന്യാസിക്ക് നമ്മൾ ഇത്രയും പണം കൊടുക്കുകയാണെങ്കിൽ ഖജനാവ് കാലിയായി പോകും, ഖജനാവിലെ പണമെല്ലാം തീർന്നു പോകും. भंडारी ने कहा, मजाक क्यों करूँगा, आप ही हिसाब देख लीजिए. यह कहकर उसने हिसाब का कागज़ मंत्री जी को दे दिया. हिसाब देखकर मंत्री जी को चक्कर आ गया. सभी उन्हें संभालकर बड़ी मुश्किलों से राजा के पास ले गए. भंडारी ने कहा. അപ്പോൾ ഭണ്ഡാരി പറഞ്ഞു, മസാക് ക്യൂ കറൂങ്ക, ഞാൻ എന്തിനാണ് തമാശ പറയുന്നത്? ആപ് ഹി ഹിസാബ് ദേഖ് ലീജിയെ, നിങ്ങൾ തന്നെ ഈ കണക്ക് നോക്കിയാലും. ये कहकर उसने हिसाब का कागज़ मंत्री जी को दे दिया. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കണക്ക് കൂട്ടിയതിൻ്റെ പേപ്പർ, കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ, കടലാസ്, അത് മന്ത്രിക്ക് കൊടുത്തു. ഹിസാബ് ദേക്കർ മന്ത്രി ജിക്കോ ചക്കർ ആ ഗയ. ഈ കണക്ക് കണ്ടപ്പോൾ മന്ത്രിക്ക് തലകറക്കം വന്നു. ചക്കർ എന്ന് പറഞ്ഞാൽ തലകറക്കം. സബി ഉനെ സംഭാൽക്കർ ബഡി മുഷ്കിലോ സെ രാജാ കെ പാസ് ലേ ഗയ. സബി എല്ലാവരും ഉനെ സംഭാൽക്കർ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ബഡി മുഷ്കിലോ സെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടിക്കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ രാജാക്കെ പാസ് ലേ ഗയ, രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാജാനെ പൂച്ച ക്യാ ബാത് ഹൈ. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് കാര്യം? മന്ത്രി ബോലെ, മന്ത്രി പറഞ്ഞു, മഹാരാജ് രാജ്കോഷ് കാലി ഹോ ജാ രഹാ ഹൈ. മഹാരാജാവേ, ഖജനാവ് കാലിയാകാൻ പോവുകയാണ്. രാജാനെ പൂച്ച വോ കേസെ. അപ്പോൾ രാജാവ് ചോദിച്ചു, അതെങ്ങനെ?
मंत्री बोले, महाराज, सन्यासी को आपने भिक्षा देने का हुक्म दिया है. മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, സന്യാസിക്ക് ഭിക്ഷ കൊടുക്കാൻ നിങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്. मगर अब पता चला है कि उन्होंने इस तरह राजकोष से करीब 10 लाख रुपए झटकने का उपाय कर लिया है. मगर പക്ഷേ अब पता चला है कि ഇപ്പോഴാണ് മനസ്സിലായത്, उन्होंने इस तरह राजकोष से അദ്ദേഹം ഇങ്ങനെ ഖജനാവിൽ നിന്ന് കരീബ് 10 लाख रुपए ഏകദേശം 10 ലക്ഷം രൂപ ജട്ടക്ന എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക അല്ലെങ്കിൽ കൈക്കലാക്കാനുള്ള ഉപായം കണ്ടിരിക്കുകയാണ്. രാജാനെ गुस्से से कहा, मैंने इतने रुपए देने का आदेश तो नहीं दिया था, फिर इतने रुपए क्यों दिए जा रहे हैं? भंडारी को बुलाओ. मंत्री ने कहा, जी, सब कुछ आपके हुक्म के अनुसार ही हुआ है, आप खुद ही दान का हिसाब देख लीजिए. രാജാനെ गुस्से से कहा, രാജാവ് ദേഷ്യത്തോടു കൂടി പറഞ്ഞു, मैंने इतने रुपए देने का आदेश तो नहीं दिया था, ഇത്രയ്ക്ക് പണം കൊടുക്കാനൊന്നുള്ള ഉപദേശം ഞാൻ കൊടുത്തിട്ടില്ല. फिर इतने रुपये क्यों दिए जा रहे हैं? പിന്നീട് ഇത്രയ്ക്ക് പണം എന്തിനാണ് കൊടുക്കുന്നത്? ഭണ്ഡാരിക്കോ ബുലാവോ, ഭണ്ഡാരിയെ വിളിക്കൂ. മന്ത്രിനെ കഹാ, അപ്പം മന്ത്രി പറഞ്ഞു, ജി, സബ് കുച്ച് ആപ്കെ ഹുക്കം കെ അനുസാർ ഹി ഹുവാ ഹെ, എല്ലാം നിങ്ങളുടെ ഉപദേശം അനുസരിച്ചാണ് നടന്നത്. ആപ് ഖുദ് ഹി ദാൻ കാ ഹിസാബ് ദേഖ് ലീജിയെ, നിങ്ങൾ സ്വയം തന്നെ ഈ ദാനത്തിൻ്റെ കണക്ക് നോക്കിയാലും. രാജാനെ ഉസെ एक बार देखा, 2 बार देखा, इसके बाद वो बेहोश हो गया. രാജാവ് ആ ദാനത്തിൻ്റെ കണക്ക് 1 പ്രാവശ്യം നോക്കി, 2 പ്രാവശ്യം നോക്കി. ഇസ്കെ ബാദ് വ ബേഹോഷ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ ബോധം കെട്ടുപോയി. അതിനുശേഷം രാജാവ് ബോധം കെട്ടു വീണു. കാഫി കോശിശോं के बाद उनके होश में आ जाने पर लोग സന്യാസി को बुलाने दौड़े. കാഫി കോശിശോं के बाद വളരെയധികം പരിശ്രമങ്ങൾക്ക് ശേഷം ഉൻകെ ഹോഷ് മേ ആ ജാനെ പർ, അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? സന്യാസിക്കോ ബുലാനെ ദൗഡെ, സന്യാസിയെ വിളിക്കാനായിട്ട് ഓടിപ്പോയി. സന്യാസി के आते ही राजा रोते हुए उनके पैरों पर गिर पड़ा. സന്യാസി വന്നപ്പോഴേക്കും രാജാവ് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ബോല, ദുഹായി ഹേ സന്യാസി മഹാരാജ്, അദ്ദേഹം പറഞ്ഞു, ദുഹായി ഹേ സന്യാസി മഹാരാജ്, യാചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലയോ സന്യാസി മഹാരാജാവേ, മുझे इस तरह जान माल से मत मारिए, എന്നെ ഇങ്ങനെ ജീവനോടെ തന്നെ കൊല്ലല്ലേ. जान माल से मारना എന്ന് പറഞ്ഞാൽ കിസിക്ക് ധൻ സമ്പത്തിക്ക് ചിൻ ജാനെ സെ ഉട്ടാ ദുഃഖ് ഓർ ഉസ്സെ ഉസ്കി മൃത്യു, അതായത് സമ്പത്തും ധനവും എല്ലാം നഷ്ടപ്പെട്ടാലുള്ള ദുഃഖം കൊണ്ട്, വിഷമം കൊണ്ട് മരിക്കുക. ജैसे भी हो एक समझौता करके मुझे वचन से मुक्त कर दीजिए, എന്തായാലും നിങ്ങളൊരു സംജൗത്ത, ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് എന്നെ ഈ വചനത്തിൽ നിന്ന് മുക്തനാക്കിയാലും. ജാൻ മാൽസെ മരണ എന്ന് പറഞ്ഞാൽ സമ്പത്തും ധനവും എല്ലാം നഷ്ടപ്പെട്ടാലുള്ള വിഷമം കൊണ്ട് മരിക്കുക. സംജൗത്ത എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക. अगर आपको 20 दिन तक भिक्षा दी गई तो राजकोष खाली हो जाएगा, फिर राजकाज कैसे चलेगा? अगर आपको 20 दिन तक ഭിക്ഷാ दी गई तो, അഥവാ നിങ്ങൾക്ക് 20 ദിവസം വരെ ഭിക്ഷ നൽകുകയാണെങ്കിൽ രാജ്കോഷ്, ഈ ഖജനാവ് കാലിയായി പോകും, ഖജനാവിലെ പണമെല്ലാം തീർന്നു പോകും. ഫിർ രാജ്കാജ് കേസെ ചലേഗ, രാജ്കാജ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ കാര്യങ്ങൾ, രാജഭരണം എങ്ങനെയാണ് നടക്കുക? സന്യാസിനെ ഗംഭീർ ഹോക്കർ കഹ, അപ്പോൾ സന്യാസി ഗാംഭീര്യത്തോടു കൂടി പറഞ്ഞു. ഗംഭീർ ഹോക്കർ എന്ന് പറഞ്ഞാൽ തമാശയൊന്നും പറയാതെ ശാന്തനായി നിന്നുകൊണ്ട് ഗാംഭീര്യത്തോടു കൂടെ പറഞ്ഞു. ഈ രാജ്യമേ ലോക് അകാൽ സെ മർ രഹേ ഹെ, ഈ രാജ്യത്തെ ആളുകൾ ഈ വരൾച്ച കാരണം, ഈ ക്ഷാമം കാരണം മരിക്കുകയാണ്. മുझे उनके लिए केवल 50,000 रुपये चाहिए, എനിക്ക് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് 50,000 രൂപ തരണം, എനിക്ക് 50,000 രൂപ വേണം, 50,000 വേണം. वो रुपया मिलते ही मैं समझूंगा मुझे मेरी पूरी ഭിക്ഷ मिल गई है, അത്രയ്ക്ക് രൂപ കിട്ടിയാൽ ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം എനിക്ക് എൻ്റെ മുഴുവൻ ഭിക്ഷയും ലഭിച്ചു എന്ന്. राजा ने कहा, परंतु उस दिन एक आदमी ने मुझसे कहा था कि लोगों के लिए 10,000 रुपये ही बहुत होंगे. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്? പക്ഷേ ആ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു, ഇവിടെ വന്നിരുന്ന ഒരാൾ പറഞ്ഞിരുന്നു, ലോഗോं के लिए 10,000 रुपये ही बहुत होंगे, ആളുകൾക്ക് 10,000 രൂപ തന്നെ വളരെ അധികമാണെന്ന്. രാജാവ് എന്താ പറയുന്നത്? അന്നിവിടെ വന്നിരുന്ന ഗ്രാമവാസികളിൽ ഒരാൾ പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു, ആളുകൾക്ക് വേണ്ടിയിട്ട് 10,000 രൂപ തന്നെ വളരെ അധികമാണെന്ന്. സന്യാസിനെ കഹ, അപ്പോൾ സന്യാസി പറഞ്ഞു, മഗർ ആജ് മേ കഹത്താ ഹൂം കി 50,000 സെ 1 പൈസ കം നഹി ലൂങ്ക, പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു, ഞാൻ 50,000-ൽ 1 രൂപ പോലും കുറവ് വാങ്ങിക്കില്ല, എനിക്ക് 50,000 രൂപ തന്നെ വേണം.
राजा गिड़गिड़ाया, मंत्री गिड़गिड़ाए, सभी गिड़गिड़ाए, मगर सन्यासी अपने वचन पर डटा रहा. രാജാവും മന്ത്രിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. മഗർ സന്യാസി അപ്നെ വചൻ പർ ടട്ടാ രഹ. പക്ഷെ സന്യാസി തൻ്റെ വചനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ടട്ടാ രഹന എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക. आखिरकार लाचार होकर राजकोट से 50,000 रुपये सन्यासी को देने के बाद ही राजा की जान बची. ആഖിർക്കാർ അവസാനം ലാച്ചാർ ഹോക്കർ എന്ന് പറഞ്ഞാൽ വിവശ് ഹോക്കർ, അതായത് നിർബന്ധിതനായിട്ട് ഖജനാവിൽ നിന്ന് 50,000 രൂപ സന്യാസിക്ക് കൊടുക്കേണ്ടി വന്നു. രാജാവ് സന്യാസിക്ക് കൊടുത്തു. ലാച്ചാർ ഹോക്കർ എന്ന് പറഞ്ഞാൽ നിസ്സഹായനായിട്ട് അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിവശനായിട്ട് അദ്ദേഹത്തിന് സന്യാസിക്ക് 50,000 രൂപ കൊടുക്കേണ്ടി വന്നു. കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് സമാധാനമായത്. पूरे देश में खबर फैल गई कि अकाल के कारण राजकोट से 50,000 रुपये राहत में दिए गए हैं. सभी ने कहा हमारे महाराज कर्ण जैसे ही दानी है. पूरे देश में खबर फैल गई. രാജ്യം മുഴുവൻ ഈ വാർത്ത പരന്നു. ഖബർ എന്ന് പറഞ്ഞാൽ ന്യൂസ്, വാർത്ത. ഫൈൽന എന്ന് പറഞ്ഞാൽ പരക്കുക. വാർത്ത പരന്നു. അകാൽ കെ കാരൻ രാജ്കോട്ട് സെ, ഈ വരൾച്ച കാരണം, ക്ഷാമം കാരണം ഖജനാവിൽ നിന്ന് 50,000 रुपये രാഹത് മേ ദിയേ ഗയേ ഹെ. 50,000 രൂപ ആശ്വാസമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രാമവാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. രാഹത് മേ എന്ന് പറഞ്ഞാൽ സഹായത്തിനായിട്ട് അല്ലെങ്കിൽ ആശ്വാസമായിട്ട്, എല്ലാവരുടെയും സഹായത്തിനായിട്ട്. സബീനെ കഹ, എല്ലാവരും പറഞ്ഞു, ഹമാരെ മഹാരാജ് കർണ ജൈസേ ഹി ദാനി ഹെ, നമ്മുടെ മഹാരാജാവ് കർണനെ പോലെ ദാനിയാണ്. ആഖിർക്കാർ എന്ന് പറഞ്ഞാൽ ഒടുവിൽ. ലാച്ചാർ ഹോക്കർ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിസ്സഹായനായിട്ട്. അവസാനം ഈ രാജാവിന് നിർബന്ധിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിസ്സഹായനായിട്ട് ഈ സന്യാസിക്ക് പണം കൊടുക്കേണ്ടതായി വന്നു. 50,000 രൂപ കൊടുക്കേണ്ടതായി വന്നു. അപ്പോൾ ആളുകൾ എന്താണ് പറഞ്ഞത്? മഹാരാജാവ് കർണനെ പോലെ ദാനിയാണ്. രാജാവ് പണം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. സന്യാസിയുടെ ബുദ്ധി കാരണം ഗ്രാമവാസികൾക്ക് ഇത്രയധികം പണം ലഭിച്ചു. അതുകൊണ്ട് അവരുടെ ജീവനും രക്ഷപ്പെട്ടു. അഥവാ രാജാവ് ആദ്യം 10,000 രൂപ കൊടുക്കുകയായിരുന്നെങ്കിൽ പിന്നീട് 50,000 കൊടുക്കേണ്ടി വരില്ലായിരുന്നു. നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ അത്യാവശ്യമുള്ള ആളുകളെ അല്ലെങ്കിൽ ദരിദ്രരെ സഹായിക്കണം. ഇതാരാണ് എഴുതിയത്? സുകുമാർ റായ്.